ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബയാറാസ് കിച്ചൻ. ഇന്ന് ഞാൻ കുക്കിംഗ് ആയിട്ടൊന്നല്ല വന്നിരിക്കണം. ഇന്ന് ഞാൻ എൻ്റെ ഈവനിങ്ങുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈവനിങ് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് മോൻ ഇതവിടെ ഇരുന്നിട്ട് കളർ ചെയ്യാണ്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം അവരുടെ നേരം പോക്ക് ഇതൊക്കെ തന്നെ. കുറച്ച് നേരം കളിക്കും, കുറച്ച് നേരം കളർ ചെയ്യും, അതൊക്കെ തന്നെ. അപ്പോൾ അവന് നല്ല കളറിങ്ങിലാണ്. ആ സമയത്ത് മോള് ഓറഞ്ച് വേണം പറഞ്ഞിട്ട് കിച്ചണിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ഓറഞ്ച് എടുത്തു കൊടുത്തപ്പോൾ അവളത് തൊലി കളയേണ്ടിയിരുന്നിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയായപ്പോൾ അവർ പുറത്തിറങ്ങിയൊക്കെയാണ് കളിക്കാൻ വേണ്ടിയിട്ട്. നല്ല കളിയിലാണ്. അപ്പോൾ ആ സമയം അവരിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അവർക്ക് വിശക്കുമല്ലോ വെച്ചിട്ട് ഞാൻ നൂഡിൽസ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 പാക്കറ്റ് എടുത്തിട്ട് അവർക്കത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ റെസിപ്പി കൂടെ ഞാൻ നിങ്ങൾക്കിതിൽ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട, 2 പാക്കറ്റ് നൂഡിൽസ്, ഒരു ഒനിയന്, പിന്നെ ഞാനൊരു 3 പീസ് ചിക്കൻ ഉണ്ട്, ചെറിയ കഷ്ണമാണ്, അതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒനിയൻ്റെ തൊലിയൊക്കെ കളയാണ്, നല്ല വൃത്തിയിൽ കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ക്യാരറ്റും അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒനിയന് തൊലി കളഞ്ഞ് വെച്ചതുണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലൊന്ന് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമായിട്ടതുണ്ടെങ്കിൽ നമുക്ക് പണി ചെയ്ത് തീർക്കാനായിട്ട് നമ്മളെ കിച്ചണിലത്തെ പകുതി സമയം നമുക്ക് ഇതുകൊണ്ട് ഇത് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒനിയന് നല്ലോണം ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച ക്യാരറ്റും ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒനിയനും ക്യാരറ്റും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂഡിൽസ് ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കന് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും പൊടി ഇട്ടിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക. വെറുതെ ഒരു ടേസ്റ്റിന് ചെയ്യണതാണ്. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ നൂഡിൽസ് എടുത്തിട്ട് ഞാൻ ഒരു നൂഡിൽസ് ഒരു 6 പീസാക്കി ആ തരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചാൽ അധികം വെന്ത് പോവരുത് കേട്ടോ. ഇതുപോലെ നൂല് പോലെ കിടക്കുമല്ലോ, ആ തരാകുമ്പോഴത്തേനും നമുക്കത് ഊറ്റിയെടുക്കണം. അത് ഊറ്റിയെടുത്താൽ അതിൻ്റെ മേലേക്ക് അപ്പം തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ അധികം കട്ട കെട്ടാണ്ട് അത് കിട്ടും. പിന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. ചിക്കൻ പൊരിക്കാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നാൽ മതി, അധികം ഫ്രൈ ആവുമൊന്നും വേണ്ട. അതിന് ശേഷം അതൊന്ന് കോരിയെടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ അതേ എണ്ണയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതാ നല്ലോണം ചിക്കി എടുക്കണം. അപ്പോൾ ഇതാ കോഴിമുട്ട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. പിന്നെ ഞാൻ അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും ക്യാരറ്റും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ചിക്കി വെച്ചിട്ടുള്ള എഗ്ഗും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ അതിലേക്ക് യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് അതിലുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാഗി ഉണ്ടല്ലോ അതും കൂടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല കട്ട കെട്ടാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. മാഗിയും ഈ വെജിറ്റബിൾസും ഒക്കെ കൂടിയിട്ട് നല്ലോണം ഇതിലേക്ക് മിക്സാവുന്ന തരത്തിൽ തന്നെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ മാഗി റെഡി ആയിട്ടുണ്ട്, നല്ലോണം കട്ട കെട്ടാണ്ട് തന്നെ കിടക്കുന്നുണ്ട്. ആ സമയം മക്കളൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ കയ്യും കാലൊക്കെ കഴുകിയിട്ട് അവിടെ വിശക്കണ് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അവർക്ക് വേഗം ഇത് കൊടുക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്, 2 ആൾക്കും കൂടിയിട്ട്. അപ്പോൾ മക്കൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. കഴുകി വെച്ചതിന് ശേഷം മിക്ക ഷോപ്പിൽ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ വണ്ടിയിലിരിക്കാൻ വിചാരിച്ചിട്ട് പോവാണ്. കൊറോണയുടെ ഈ പ്രശ്നങ്ങളായതിനു ശേഷം പുറത്തേക്കൊന്നും ഇറങ്ങാറൊന്നുമില്ല, റൂമിൽ തന്നെ ആവും എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുക.
നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. വീട്ടിലിട്ട് അതേ ഡ്രസ്സായിട്ട് തന്നെ പോണത്. കാരണം പുറത്തൊന്നും ഇറങ്ങണില്ലല്ലോ, വണ്ടിയിൽ തന്നെ ഇരിക്കല്ലേ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. മക്കൾ പകലൊന്നും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് രണ്ടാളും നല്ല ഉറക്കമായിക്കണേ. അപ്പോൾ അത് അവിടെ റൂമെത്താനായി. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതപ്പോൾ റൂമിലെത്തി. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണം, കിടക്കണം. അതിൻ്റെ മുന്നേ വീഡിയോ ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.